ഹലോ. അപ്പോൾ നമ്മുടെ തായ്ലൻഡ് ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന കോറൽ ഐലൻഡിലേക്കായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മളുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞ ആ ഒരു ടൈമിന് നമ്മളെല്ലാവരും റെഡിയായി. പിന്നെ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തലേ ദിവസം തന്നിട്ടുണ്ടായിരുന്നു. കാരണം ബീച്ചിലേക്ക് പോകുന്നതുകൊണ്ട് മാക്സിമം ഷോർട്ട്സും കാര്യങ്ങളും മതി, ഷൂസ് ഒന്നും നമ്മൾ ഇടരുത്. സോ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ ക്യാപ്സും സാൻഡിൽസും ഷോർട്ട്സും അങ്ങനെയുള്ള അവർ പറഞ്ഞനുസരിച്ചിട്ടുള്ള മോഡൽ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തു റെഡിയായി നമ്മൾ ബസ്സിൽ കയറി. ആൻഡ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ കോറൽ ഐലൻഡിലേക്കാണ്. അപ്പോൾ സൈഡിൽ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ആ ബീച്ചൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ നമ്മൾ ആദ്യം ആസ്വദിച്ച് ബസ്സിൽ നമ്മൾ പോയി. നമ്മളെ ബോട്ട് കയറുന്ന ഒരു സ്പോട്ടുണ്ട്. നമ്മൾ കുറേ പേരുടെ പട്ടായ എന്നൊക്കെ വലിയ ഇതായിട്ട് പട്ടായ എന്നൊക്കെ എഴുതിയേക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവിടെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ സ്പോട്ടിലെത്തി. പിന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലൊരു റെഡ് കളർ നമുക്ക് ബാൻഡ് നമുക്ക് കെട്ടിത്തന്നു. അങ്ങനെ നമ്മൾ ഗ്രൂപ്പായിട്ട് നമ്മൾ സാഫ്രോൺ ടീം മൊത്തം നമ്മൾ ആ പട്ടായ എന്ന് എഴുതി അവിടെ നിന്ന് നമ്മൾ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് നടന്ന് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ട് കയറാൻ കുറച്ച് നടക്കണം. സോ ആ ഒരു ടൈമിൽ നമ്മൾ അവിടെയൊക്കെ നടന്നു. ആൻഡ് ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് എല്ലാവരും കുറേ വർത്താനമൊക്കെ പറഞ്ഞു. നമ്മൾ നടന്ന ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് മോർണിംഗ് എല്ലാവരും നല്ല ഫുൾ ഓൺ എനർജിയിലായിരുന്നു. കോറൽ ഐലൻഡ് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട സ്പോട്ടാണ്. ആൻഡ് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ വേണം എന്ന് പറഞ്ഞ് എല്ലാവരും ആ ഒരു അടിച്ചുപൊളി മൈൻഡിലായിരുന്നു. സോ നമ്മൾ കുറച്ച് നടന്നു. ആൻഡ് ഈ ഒരു ബ്രിഡ്ജിൽ കയറുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. പുള്ളി എടുത്ത് പറയാൻ ശരിക്കുമുണ്ട്. പുള്ളി ചെറബറ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് എടുത്ത് ഫാമിലി ഫോട്ടോസാണ് എല്ലാവരും എടുത്തു തന്നത്. ബട്ട് അടിപൊളി ഫോട്ടോസായിരുന്നു. നമ്മൾ ഞാൻ ആ ഫോട്ടോ കാണിക്കാം. നമ്മൾ ഈ കംപ്ലീറ്റ് ആക്ടിവിറ്റി കഴിഞ്ഞ് തിരിച്ച് കയറുമ്പോൾ നമ്മളുടെ ഫോട്ടോ ഒരു ഫ്രെയിം ചെയ്ത് നമുക്ക് അവിടെ കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തി. നമ്മൾ ഈ ഒരു ബോട്ടിലാണ് കയറിയത്. ഈ ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മളൊട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഇത് ഭയങ്കര സ്പീഡിലായിരുന്നു. ഡ്രൈവർ എന്ന് പറയുന്നത് ഏകദേശം റോക്കറ്റ് ഓടിക്കുകയാണ്, ജെറ്റ് ഓടിക്കുക, എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ഈ തിര ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അത്രയും സ്പീഡിൽ പോയി ഇടിക്കുമ്പോൾ മൊത്തത്തിൽ ബോട്ടങ്ങ് ഇടിച്ച് പൊങ്ങുമായിരുന്നു. അപ്പോൾ കൂടെയുള്ള കുറച്ച് പേർക്കൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടായി. നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവം ആയതുകൊണ്ട് കുറേ പേർക്ക് വൊമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ കുറച്ചൊന്ന് ഡള്ളായിപ്പോയി, കാരണം പേടിച്ചു പോയി. പിന്നെ അവർക്ക് വയറുവേദന വരുന്നു, ജോക്കുട്ടിനാണെങ്കിൽ ഇടയ്ക്ക് വയറുവേദന വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മൈൻഡൊക്കെ മാറ്റി. അങ്ങനെ നമ്മൾ ഈ ഒരു ഇടയ്ക്ക് നമ്മളിപ്പോൾ കോറൽ ഐലൻഡ് എത്തിയിട്ടില്ല, ബോട്ട് വന്ന് ഫസ്റ്റ് എത്തുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് അവർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളുടെ ഒരു ബേസിസിലാണ്. നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ പേ ചെയ്ത് ചെയ്യണം. ഇത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല, ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ചെല്ലുമ്പം ഏകദേശം ഒരു 10 to 20 മിനിറ്റ്സ് അവർ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. അതിനുശേഷം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര വർത്താനം, എന്താണ് ഇവർ ഡിസ്കസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് ജോക്കുട്ടന് ഈ റൈഡ്സ് ഒക്കെ ഒന്ന് കയറിയാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവന് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നാലോ, കാരണം ഇനിയും നമുക്ക് ഒരു 3 days കിടക്കുവാണ്. അപ്പോൾ നമ്മൾ അവനെ നന്നായിട്ട് കെയർ ചെയ്യണ്ടേ. പിന്നെ കുഞ്ഞു അല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് കയറ്റിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ റൈഡ്സ് എല്ലാം ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളും പോയില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ള ഷഹന, ഷാദിൽ, അവർ രണ്ടുപേരും എല്ലാ റൈഡ്സും അവർ അടിപൊളി ചിൽ മൈൻഡായിരുന്നു. അവർക്ക് എല്ലാ റൈഡ്സിലും കയറണമെന്ന് പറഞ്ഞാൽ അവരെല്ലാത്തിലും കയറി. ഈവൻ ദോ കുഞ്ഞ് വയ്യായിരുന്നു, പക്ഷേ കുഞ്ഞിനെ നമ്മൾ നോക്കി. കാരണം അവർ എൻജോയ് ചെയ്യട്ടെ എന്നുള്ളത് വെച്ചാൽ നമ്മളുടെ ടൂർ മാനേജർ അനൂപേട്ടൻ അവരുടെ കൂടെ ഫുൾ സപ്പോർട്ടിനുണ്ടായിരുന്നു. അപ്പോൾ അനൂപേട്ടനാണ് കുഞ്ഞിനെ നോക്കിയത്. അപ്പോൾ ആ ഒരു സമയം അവർക്കൊരു ഇത് കയറണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് എല്ലാത്തിലും കയറാൻ പറ്റി. അവർ നല്ല അടിപൊളി കപ്പിൾസാണ്, നല്ല ചിൽ മൈൻഡാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമുക്കൊരു കുറച്ച് ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ കണ്ട് ആസ്വദിച്ച് ശരിക്കും നമ്മുടെ കൂടെയുള്ളവർക്ക് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കയറാം. അപ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് നമ്മൾ എല്ലായിടത്തേക്കും പോവുകയും. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഒന്നിച്ചായിരുന്നു. ആർക്കും അങ്ങനെ ഒരു കുഴപ്പമില്ല. നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, നമ്മളവിടെ നോക്കി നിന്നു. ഇതൊക്കെ കാണാനും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തം എല്ലാം അവിടുത്തെ ആ ഒരു കംപ്ലീറ്റ് എല്ലാവരുടെയും ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ആ ബോട്ടിൽ തന്നെ കയറി നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോവാണ്. ഈ പോകുന്ന വഴി ഞാൻ
പറഞ്ഞു ഈ ഷഹനേനെയും ഷാദിലിനെയും നമ്മൾ ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ചെയ്തു. കാരണം അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ വേറൊരു സ്പോട്ടിലാണ് നടക്കുന്നത്. അപ്പോഴാണെന്നാണ് നമ്മളുടെ ഡ്രൈവർ ആ തൊപ്പി വെച്ച് പുള്ളി പറപ്പിച്ചങ്ങ് വിട്ടു. അങ്ങനെ നമ്മൾ കോറൽ ഐലൻഡ് എത്തി. പിന്നെ ഒന്ന് നോക്കിയില്ല, എടുത്ത് ചാടി വെള്ളത്തിലേക്ക്. ബീച്ച് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം തല വരെ നമ്മൾ നനഞ്ഞ അവസ്ഥയായിപ്പോയി. കാരണം എല്ലാം മറന്നങ്ങോട്ട് വെള്ളത്തിലോട്ട് ചാടി. പിന്നെ നമ്മൾ കൂടെയുള്ള എല്ലാവരും ഒന്നും ഇറങ്ങിയൊന്നുമില്ല. കുറച്ച് പേർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബോട്ടിൽ വന്നപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത വന്നു. പിന്നെ കുറച്ച് പേര് ടയേർഡായി. പിന്നെ അമ്മമാരൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. കുറച്ച് പേരൊക്കെ മാത്രം വന്ന് ഫുൾ വെള്ളത്തിൽ ഇറങ്ങിയുള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ ജോക്കുണ്ടാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറുന്നുമില്ല, നമുക്ക് കയറാനും പറ്റുന്നില്ല. എനിക്കിവനെ പിടിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നിച്ചുവാണ് ഇവനെ ഫുൾ പിടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവൻ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ വെള്ളം കുറച്ച് ഡേഞ്ചറാണ്, നമ്മളത് ശ്രദ്ധിക്കേണ്ട പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ നമുക്കത് ഒത്തിരി ഇഷ്ടവുമാണ്. അപ്പം അവനൊന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നെൻഷൻ്റെ അടുത്ത് കൊടുത്ത് അവരപ്പനും മോനും ഫുള്ളി എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. നമ്മളിവിടെ എത്തിയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1:30 ഒക്കെ ആയി. നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഉച്ചക്കത്തെ ലഞ്ച് നമുക്കൊരു ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തായ് സീ ഫുഡായിരുന്നു. ആൻഡ് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഈ തായ് സീ ഫുഡ് എന്ന്. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ടേ. ഇറ്റ് വാസ് സൂപ്പർബ്, അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഓംലെറ്റ് ഒക്കെ പക്ഷേ ഇതെന്ന് പറയുന്നത് സ്ക്വിഡ്, പിന്നെ ഒക്ടോപ്പസ്, അങ്ങനെ പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു, സീ ഫുഡിൻ്റെ സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഇങ്ങനെ അതൊരു സോസിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എല്ലാത്തിനും ഒരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു സോസിൻ്റെ ഒക്കെ. പിന്നെ എനിക്ക് അവരുടെ സൂപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു കറി ഇത് കക്കർച്ചി പോലെ ഇരിക്കും, പക്ഷെ അതല്ല, പക്ഷെ നല്ലതായിരുന്നു. ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സീ ഫുഡ് സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ അടിപൊളി, എല്ലാവരും നന്നായി കഴിച്ചു. അതിനുശേഷം നമ്മൾ പോയത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കായിരുന്നു. പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുമ്പം ഒരു ട്രഡീഷണലായിട്ട് നമ്മൾ നമ്മളൊരു വള്ളത്തെ കയറിയിട്ട് നമുക്കത് മൊത്തം ചുറ്റി കാണാൻ പറ്റും. അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരുപാട് ഡ്രസ്സ് ഐറ്റംസും ബാഗും പിന്നെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഫുഡ് ഐറ്റംസ്, സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ക്രോക്കഡൈൽ ഗ്രിൽ എല്ലാം നമുക്ക് അവിടെ കിട്ടും. ഒരു കംപ്ലീറ്റ് നമുക്ക് എല്ലാം അവിടെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ ആ വെള്ളത്തെ കയറി മുഴുവൻ നമുക്ക് ചുറ്റി കാണാൻ പറ്റും. പിന്നെ നല്ല പർച്ചേസിങ്ങിനുള്ള ഒരു സ്പോട്ട് കൂടിയാണ്. അപ്പം നല്ല രസമുണ്ട്, ഒരുപാട് ഫോട്ടോ സ്പോട്ട്സ്. പക്ഷെ നമ്മൾ ചെന്നപ്പം കുറച്ച് സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇരുട്ടി വന്നുകൊണ്ട് ഈവനിങ് ആയതുകൊണ്ട് കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പോയി. ബട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റും ആരും മിസ് ചെയ്യരുത്. നിങ്ങൾ പട്ടായയിൽ പോകുമ്പോൾ അതും കൂടെ നിങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യണം. ശരിക്കും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പുള്ളിക്കാരത്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി നമുക്ക് ഹായ് ഹാർട്ടൊക്കെ കാണിച്ച് നമ്മളെ വെൽക്കം ചെയ്യും. അത് അടിപൊളിയായിരുന്നു. പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നൊക്കെ എഴുതിയിട്ടുള്ള നിങ്ങൾക്കത് കാണാൻ പറ്റും. കാരണം കുറേ പേരൊന്നും ഈ ഒരു സ്പോട്ടിലേക്ക് പോവില്ല, കുറേ പേര് അത് കുറച്ച് വേണ്ടാന്ന് വെക്കും. പക്ഷേ മാക്സിമം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തായ്ലൻഡ് പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്പോട്ടൊന്നും മിസ് ചെയ്യരുത്, മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. നേരെ നമ്മളുടെ ബോട്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം എനിക്കൊരു വള്ളം പോലെയാണ് തോന്നിയത്. ബോട്ട് ആദ്യം കയറി കുറച്ച് 14 മെമ്പേഴ്സിൻ്റെ ഒരു മോട്ടറൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ കയറി ഈ 4 പേരുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടാവും. പുള്ളിക്കാരൻ ഇങ്ങനെ തുഴഞ്ഞ് ഓരോ സൈഡിൽ കൂടെ പോയി നമ്മളിത് ചുറ്റിക്കാണിക്കും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ 4 പേരാണ് കയറിയത്. അങ്ങനെ ഞങ്ങളിവിടെ പതുക്കെ തുഴഞ്ഞൊക്കെ പോയി കണ്ടിട്ടുണ്ട്. നമ്മുടെ ആ സൈഡിൽ തന്നെ ഒരു മുതലയും കിടപ്പുണ്ടായിരുന്നു. ആ ചേട്ടൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, മുതല. ആദ്യം ഞാനോടത്ത് വേറെന്തോ സംഭവമാണ്. പക്ഷെ വെള്ളത്തിൽ നോക്കുമ്പോൾ 2 കണ്ണ് നമുക്ക് കാണാൻ പറ്റുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞു വേഗം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോവാം, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കരക്കെത്തിക്കോ എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു സ്പീഡിൽ തുഴയാൻ പറ്റില്ല, പെട്ടെന്ന് ഓടി വന്നാലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ തന്നെയായിരുന്നു പോയത്. പക്ഷേ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ല. ശരിക്കും നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ പതുക്കെ ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തില്ലായിരുന്നു. കുറച്ച് ഫുഡിൻ്റെ ഐറ്റംസ് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. അല്ലാത്ത സംഭവങ്ങളൊക്കെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് നല്ലൊരു സ്ട്രീറ്റ് തന്നെ ഉണ്ട്. നമുക്ക് കുറച്ച് ചീപ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഡ്രസ്സാണെങ്കിലും ബാഗ്സ് ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും പിന്നെന്താ പറയുക കുറേ നമുക്ക് ഇഷ്ടമുള്ള നല്ല ഭംഗിയുള്ള സോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതൊക്കെ നമുക്ക് ഒരു സെപ്പറേറ്റ് സ്ട്രീറ്റ് തന്നെ ഉണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് കുറച്ച് ഹൈ ആയിട്ട് തോന്നും പൊതുവേ നമുക്ക് റേറ്റ്സ്. സോ ബെറ്റർ നമ്മൾ ഇവിടെയൊക്കെ മാക്സിമം കണ്ട് നമുക്ക് നല്ല ഫോട്ടോസും മെമ്മറീസും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് പോവായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ.
പിന്നെ ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. कैसा है ये सफर, मंजिलों की न है कोई खबर, सफर कैसा है ये सफर, मंजिलों की न है कोई सफर कैसा है ये सफर, मंजिलों की न है कोई खबर, सफर कैसा है ये सफर, मंजिलों की न है कोई ലൈവായിട്ട് നമുക്കിങ്ങനെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ക്ലാരിറ്റി, നല്ല രസമുണ്ടായിരുന്നു നമുക്കത് കാണാനായിട്ട്. സോ सफर कैसा है ये सफर, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിൽ കയറി. ആൻഡ് സെക്കൻഡ് ഡേ ബസ് യാത്ര ചെയ്തുകൊണ്ട് അടിച്ച് പൊളിയായിരുന്നു. കാരണം ഫസ്റ്റ് ഡേ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഡേ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ മിങ്കിളായി ഫുൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു നമ്മൾ. അങ്ങനെ നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കായിരുന്നു. ഹോട്ടലിലേക്കല്ല, കാരണം സെക്കൻഡ് ഡേ നമുക്ക് നമ്മളുടെ പാക്കേജിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തൊരു സംഭവമായിരുന്നു നമ്മുടെ ഡിന്നർ. നമുക്ക് സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ചാൻസ് തന്നായിരുന്നു. സോ ഓഫ് കോഴ്സ് നമ്മൾ അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ സ്ട്രീറ്റ് ഫുഡ്. അപ്പോൾ നമ്മൾ വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് ചെന്നപ്പോൾ അവിടെ ഹാലോവീൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ എന്നാണെന്ന് ചോദിച്ചപ്പോൾ October 31. പക്ഷെ നമ്മളന്ന് അവിടെ ഉണ്ടാവില്ല. സോ കുറച്ച് നേരം അത് അവരെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരുന്നു. പക്ഷെ ശരിക്കും അന്നത്തെ ഡേ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു. ബട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വീണ്ടും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഓക്കെ നമുക്ക് കറങ്ങാം, നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ ഇതുള്ളൂ എന്ന് കരുതി നമ്മളങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. നമ്മൾ സ്ട്രീറ്റിൽ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. പിന്നെ എല്ലാവരും കുറച്ചധികം ടയേർഡായിരുന്നു. കാരണം കോറൽ ഐലൻഡ് കുറച്ച് ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ നേരെ മസാജ് സെൻറ്ററിലേക്ക് പോവാം. കാരണം എല്ലാവരും ക്ഷീണിച്ചു, കാലുവേദന കൈവേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് നോക്കണ്ട, മസാജ് സെൻറ്ററിലേക്ക് പോകാം. ആൻഡ് ഇതാണ് നമ്മളുടെ ഹൈലൈറ്റ് സെക്കൻഡ് ഡേ. മസാജ് സെൻറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. പക്ഷേ നല്ലൊരു സ്ഥലം, ഞാൻ മോശമായിട്ടൊന്നുമല്ല പറഞ്ഞത്, നല്ലൊരു മസാജായിരുന്നു. നമ്മൾ 300 ആയിരുന്നു 300 ബാത്ത് പെർ ഹെഡ് അങ്ങനെയായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ കാലൊക്കെ നന്നായി മസാജ് ചെയ്യും. ആൻഡ് നമ്മുടെ കാല് പിന്നെ എന്താ പറയുക ഹെഡ്, ഷോൾഡർ, ബാക്ക് അങ്ങനെ മസാജ് ചെയ്യും. അങ്ങനെ നമ്മളവിടെ രണ്ടും കൽപ്പിച്ചു. അപ്പോൾ ജോക്കുട്ടൻ പക്ഷേ മാറി അവിടെ സോഫയിലൊന്നും ഇരിക്കില്ല, അമ്മയുടെ കൂടെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും നടുക്കായിട്ട് ഞങ്ങൾ അവനെ കിടത്തി. ആൻഡ് എൻ്റെ കാലൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരത്തിൻ്റെ പേരാണ് ടോണോ. ആൻഡ് നിച്ചുവിനെ മസാജ് ചെയ്ത ഈ പുള്ളിക്കാരത്തിൻ്റെ പേരാണ് മോളിൻ.
കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് ഫ്രഷായി നമ്മൾ ഫുൾ ഓൺ എനർജിയിലേക്ക് അത് ശരിക്കും നമ്മൾ നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ കാലുവേദനയൊക്കെ ഒന്ന് ശരിക്കും മാറി. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇത് പ്യുവർലി ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മളവിടെ പോയാൽ മതി. വാക്കിംഗ് സ്ട്രീറ്റ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്താണെന്നുള്ള ഫുൾ പബ്ബ് DJ അങ്ങനെയുള്ള ആ ഒരു വേൾഡ് എന്ന് പറയാം. ഈ വാക്കിംഗ് സ്ട്രീറ്റ് പ്യുവർലി അങ്ങനെയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ എന്നറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോവാം. കാരണം ഇതൊക്കെ വേറൊരു പാർട്ടാണ്. അപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോവാം. അപ്പോൾ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ നിങ്ങൾക്ക് തന്നെ കണ്ടു നോക്കാം വാക്കിംഗ് സ്ട്രീറ്റിൽ എന്താണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിനോട്ട് ടാറ്റയൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഒരു ടാക്സിയും പിടിച്ചാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുന്നത്. പിന്നെ അന്നത്തെ ഡേ ഞങ്ങൾ ഈ ഒരു ക്രോക്കഡൈൽ ഗ്രില്ലോട് കൂടി ഞങ്ങൾ അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ Day 3 കാണാം.